അവർക്ക് കോട്ടിങ് കൊണ്ട് യാതൊരു ബെനിഫിറ്റും കിട്ടത്തില്ല. സെറാമിക് കോട്ടിങ്ങും PPF തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് 2 ടൈപ്പ് കസ്റ്റമേഴ്സാണ് നമുക്കുള്ളത്. ഒന്ന് വണ്ടി അമിതമായിട്ട് സ്നേഹിച്ച് അതിനൊരു സ്ക്രാച്ച് വീണ ആശ്രയിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് കോട്ടിങ് കൊണ്ട് യാതൊരു ബെനിഫിറ്റും കിട്ടത്തില്ല. ഒരു കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ വണ്ടിയിൽ ഉണ്ടാകുന്ന ബേഡ് ഡ്രോപ്പിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്ന സംഭവം. കാരണം പെയിൻറ്റും കൊണ്ട് പോകും ചില ബേഡ് ഡ്രോപ്പിംഗ്. അതേപോലെ തന്നെ ട്രീ ഗം, മരത്തിൻ്റെ അടിയിൽ വരുന്ന ആ ഗം വീണാലും അതൊരു പ്രശ്നം തന്നെ. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് വാഹനങ്ങളിൽ. അതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കോട്ടിങ് കൊണ്ട്. കോട്ടിങ് നമ്മളൊരു ബേസ് ആയിട്ട്, അത് നമ്മുടെ വണ്ടി നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ബേസ് ആയിട്ട് ഏതെങ്കിലും ഒരു കോട്ടിങ്ങിനുപരി സെറാമിക് എന്ന് പറഞ്ഞാൽ 9H hardness ഒരു കോട്ടിങ് നമുക്ക് കൊടുക്കാം. പക്ഷേ PPF എന്ന് പറഞ്ഞാൽ വേറൊരു തലമാണ്. കാരണം ഇത് നമ്മൾ ഫോണിൽ സ്ക്രീൻ കാർഡ് ഒട്ടിക്കും. ഞാനിപ്പോൾ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് എങ്ങനെ പറയുന്നത്, ഫോണിൽ സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഇല്ലേ. കാരണം പലതവണ നമ്മുടെ ഫോൺ താഴെ വീണാലും ആ ഫോണിൻ്റെ സ്ക്രീൻ ചിലപ്പോൾ ഡാമേജ് ആകാൻ വളരെയധികം പ്രയാസമാണ്. കാരണം വെച്ചാൽ ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് കാറിൽ നമ്മളൊരു അല്ലെങ്കിൽ ബൈക്കിൽ നമ്മളൊരു ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോങ് ലാസ്റ്റിങ് വേറെ ലെവലാണ്. അത് നമ്മൾ എപ്പോൾ ഇളക്കുന്നു ആ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ പോലെ തന്നെ നമുക്ക് തോന്നും. കാരണം ആ പെയിന്റ് അത്രയും തന്നെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും കേട്ടോ ആ ഒരു സർഫസ്.